നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വക്കീലമ്മാവനെന്താ ഇവിടെ? വേണുഗോപാലും ഉണ്ടല്ലോ. ഈശ്വര, വീണ്ടും ഇത് തൃപ്പങ്കോട്ടെ കൊച്ചുവക്കീലാണല്ലോ. നോട്ടം കണ്ടിട്ട് സുഭദ്രാമ്മയുടെ രൂപമുള്ള എന്നെ തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്താ? രാധയല്ലേ? തൃപ്പങ്കോട്ടെ വാസുദേവൻ സാറിന്റെ രണ്ടാമത്തെ മകൾ രാധ, സുഭദ്രാമ്മയുടെ അനിയത്തി. അല്ല. അങ്ങനെ അങ്ങ് പോവല്ലേ. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നയാളാ. ഇവിടേക്ക് കയറി വരാൻ താനാരാണെന്ന് മനസ്സിലായില്ല. എന്താ കാര്യം? ഈ വീട്ടിൽ നിങ്ങൾ മാത്രമല്ലല്ലോ താമസിക്കുന്നത്, വേറെയും വാടകക്കാരില്ലേ? ഞാൻ അപ്പുറത്തെ കാറേറ്റമ്മയെ കാണാൻ വന്നതാ. കണ്ടു, മടങ്ങിപ്പോന്നു, അത്രേ ഉള്ളൂ. ഇനി വഴിയെന്ന് മാറും, ഞാൻ പോട്ടെ. ശരി ശരി, കാര്യം മനസ്സിലായി. വഴിയെന്ന് മാറുകയും ചെയ്യാം. പക്ഷേ ഒരു സംശയത്തിന് താൻ ഉത്തരം പറയണം. സത്യം പറയേ, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ തനിക്ക്? നിങ്ങളാരാ? വല്ല സെലിബ്രിറ്റിയോ ആണോ? മുമ്പെന്തോ വീട്ടഡ്രസ് മാറിയെന്നും പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്നിരുന്നു. അല്ലാതെ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. കള്ളം. താൻ എന്നെ കണ്ടിട്ടുണ്ട്. തനിക്ക് എന്നെ മുന്നേ അറിയാം. തൃപ്പങ്ങോട് തറവാട്ടിൽ അച്ഛൻ അഡ്വക്കേറ്റ് പത്മനാഭനോടൊപ്പം പലവട്ടം വന്നിട്ടുണ്ട് ഞാൻ. സുഭദ്രാമയും താനും രണ്ട് അനിയത്തിമാരും അപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോറി, നിങ്ങൾ ഈ പറയുന്ന തൃപ്പങ്ങോട്ടിനെയും സുഭദ്രാമയെ അനിയത്തിമാരെ ഒന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. ആളെ വിട്. സോറി. നോക്കൂ, ദൈവമായിട്ടാ ഇപ്പൊ ഈ വീട്ടുനടയിൽ വെച്ച് തന്നെ എന്റെ മുന്നിൽ വീണ്ടും കൊണ്ടെത്തിച്ചത്. എന്റെ പേര് രാധയല്ല, അഞ്ജലി എന്നാണ്. ഞാൻ ഇൻഡിപെൻഡന്റ് ആയി ജോലി നോക്കി ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. തനിക്ക് പേര് മാറ്റാനാവും, വേഷം മാറ്റാനാവും, നാട് വിട്ട് ഓടാനാവും, ഒക്കെ ആവും. പക്ഷെ ഈ രൂപമുണ്ടല്ലോ, ഈ മുഖം, അതിലൂടെ വ്യക്തമാകുന്ന സുഭദ്രാമ്മയുടെ സഹോദരി എന്ന സത്യം, അത് തനിക്ക് മാറ്റാനാവില്ല. തനിക്കെന്താണോ ഭ്രാന്താണോ? വഴിയിൽ കണ്ട പെണ്ണുങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി. രാധേ, പ്ലീസ്. താൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നാടകം കളിക്കരുത്. തനിക്ക് എന്റെ ഫീലിംഗ് മനസ്സിലാവത്തോണ്ടാ. മരിച്ചുപോയെങ്കിലും സുഭദ്രാമ്മ ഇപ്പോഴും എന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. ഗതി കിട്ടാതെ അലയുന്ന ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ മേഘനാഥൻ എന്ന ആ രാക്ഷസൻ തകർന്നടിഞ്ഞില്ലാതാവണം. അതിന് ഞാൻ മാത്രം ശ്രമിച്ചാ പോരാ, രാധയുടെ സഹായം വേണം എനിക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നോട് എപ്പോഴും. മതി, നിർത്ത്. ഞാൻ രാധയല്ല, രാധയല്ല, രാധയല്ല. മേലാൽ എന്നെ ശല്യപ്പെടുത്തരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.